അപ്പോൾ ഇന്നൊരു വെജ് റൈസ് ബോൾ ആയാലോ. അപ്പോൾ ഞാൻ ടോഫ് യൂസ് ചെയ്തിട്ടാണ് റൈസ് ബോൾ ഉണ്ടാക്കുന്നത്. ടോഫിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കോൺഫ്ലോറും പെപ്പറും കൂടി ഇട്ട് വെച്ചിട്ട് ഈ വെള്ളം കളഞ്ഞ ടോഫ് വെള്ളം കളയാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം എല്ലാം പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് എണ്ണയിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ബ്രൗൺ കളർ ആവുന്നോടം വരെ. അപ്പോൾ ഈ സെയിം പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളവും പിന്നെ ഡാർക്ക് സോയയും പ്ലെയിൻ വിനീഗറും കുറച്ച് കോൺഫ്ലോർ എക്സ്ട്രാ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോഫു മിക്സ്ചറിൻ്റെ സോസ്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ ഷാലോ ഫ്രൈ ആയിട്ടുണ്ടാവും ടോഫു. അപ്പോൾ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഒനിയൻ എടുത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിന് മുന്നേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ എടുത്തേക്കുന്ന ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസും കുറച്ച് സുക്കീനിയുമാണ്. അപ്പോൾ സുക്കീനി ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒരു വികാരത്തിനായിട്ട് കുറച്ച് സ്മോക്കി ബാർബിക്യൂ സോസും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒന്ന് വെജിറ്റബിൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ ഈ സോസ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് പെപ്പറും സോൾട്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് വീണ്ടും ടോഫും ആഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസ് കൂടെ ഒഴിച്ച് കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പ്ലേറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്.